ബസ്സിൽ ലൈംഗികാതിക്രമം നടത്തിയെന്ന ആരോപണത്തെ തുടർന്ന് യുവാവ് ജീവനൊടുക്കിയ കേസിൽ പിടിയിലായ ഷിംജിത മുംതാസിനെ റിമാൻഡ് ചെയ്തു. ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഷിംജിതയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. യുവതിയെ മഞ്ചേരി ജയിലിലേക്ക് എത്തിച്ചു. ജയിലിൽ എത്തിച്ച ഷിംജിതയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധവുമുണ്ടായി. വടകരയിലെ ബന്ധുവീട്ടിലായിരുന്നു ഷിംജിത മുസ്തഫ ഒളിവിൽ കഴിഞ്ഞിരുന്നത്. അവിടേക്ക് പോലീസ് മഫ്തിയിലെത്തി ബന്ധുവീട്ടിൽ വെച്ച് പിടികൂടുകയും കൊയിലാണ്ടി ആശുപത്രിയിൽ കൊണ്ടുപോയി വൈദ്യപരിശോധന പൂർത്തിയാക്കിയതിന് ശേഷമാണ് കുന്നമംഗലം 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയത്. ഷിംജിതയെ 14 ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തു. മഞ്ചേരി ജയിലിലേക്ക് മാറ്റുകയും ചെയ്തു. ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് ഷിംജിത മുസ്തഫയ്ക്ക് വേണ്ടി ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കിയത്. അതോടൊപ്പം തന്നെ ഷിംജിതയുടെ അഭിഭാഷകൻ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് വേണ്ടിയുള്ള നടപടികളും ആരംഭിച്ചിരുന്നു. എന്നാൽ ഇതിനെയൊക്കെ തകിടം മറിച്ചുകൊണ്ട് മുൻകൂർ ജാമ്യാപേക്ഷയുടെ നടപടിയിലേക്ക് കടക്കും മുൻപ് തന്നെ പോലീസ് ഷിംജിതയെ പിടികൂടി എന്നുള്ളതാണ് പോലീസിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്. മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്കാണോ കുന്നമംഗലം പോലീസ് സ്റ്റേഷനിലേക്കാണോ കൊണ്ടുവരുന്നത് എന്ന കാര്യങ്ങളിലൊക്കെ അഭ്യൂഹമുണ്ടായിരുന്നു. എന്നാൽ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ അപ്പോഴേക്കും BJP പ്രവർത്തകരും ഒരുപാട് ജനങ്ങളുമൊക്കെ തടിച്ചുകൂടിയിരുന്നു. അങ്ങോട്ടേക്ക് ഷിംജിതയെ കൊണ്ടുവരാത്തതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധവും മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷന് മുൻപിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ BNS 108 പ്രകാരം ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. ആ പെൺകുട്ടി തനിക്കെതിരായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായിട്ടുള്ള ഒരു നടപടി മറ്റൊരാളിൽ നിന്ന് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ട അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്താനായിരുന്നു മുന്നോട്ട് വരേണ്ടുന്നത്. അല്ലാതെ ഒരു സ്വയം പ്രമോഷന് വേണ്ടി ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അതൊരു പ്രചരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യമായിട്ട് കണ്ടു എന്നുള്ളതാണ്. ദീപകിന്റെ അമ്മ കന്യകയുടെ മൊഴിയും ദീപകിന്റെ അടുത്ത സുഹൃത്തുക്കളുടെ മൊഴിയും പയ്യന്നൂരിലെ ആ സംഭവം ഉണ്ടായ ഈ വീഡിയോ ചിത്രീകരിച്ച ബസ്സിലെ ജീവനക്കാരുടെ മൊഴിയുമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഈ വീഡിയോ പങ്കുവച്ചതുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ തെളിവുകൾ എടുക്കേണ്ടതുണ്ട്. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ ഷിംജിതയുമായിട്ട് ചോദിച്ചറിയാനുണ്ട്. ചോദ്യം ചെയ്യലിന് ഷിംജിതയെ ഇരുത്തേണ്ടതുണ്ട്. അതിനൊക്കെ വേണ്ടി അടുത്ത ദിവസം തന്നെ കസ്റ്റഡി അപേക്ഷ മെഡിക്കൽ കോളേജ് പോലീസ് കോടതിയിൽ നൽകുകയും ചെയ്യും. മഞ്ചേരി ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോൾ പോലും ജയിലിന് മുൻപിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ഷിംജിതക്കെതിരെ ഉണ്ടായിരുന്നു. പോലീസ് വളരെ രഹസ്യ സ്വഭാവത്തോടു കൂടി ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്തതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ജനങ്ങളിൽ നിന്ന് അക്രമാസക്തമായ കാര്യങ്ങൾ ഉണ്ടാവുമെന്നൊക്കെ മുന്നിൽ കൊണ്ടുകൊണ്ടാണ് പോലീസ് ഇങ്ങനെയൊരു നീക്കം നടത്തിയിട്ടുമുള്ളത്.